2010 പീയൂഷ് ബൻസാൽ എക്സ് മൈക്രോസോഫ്റ്റ് കൊളീഗാണ്. മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കമ്പനിയാണ്. ആ കമ്പനി 2010 അദ്ദേഹത്തോടൊപ്പം 2 കോ ഫൗണ്ടേഴ്സും കൂടി ചേർന്ന് ഇന്ത്യൻ കണ്ണട വ്യാപാര രംഗത്തിലോട്ട് വന്ന കമ്പനിയാണ് ലെൻസ് കാർട്ട് എന്ന് പറയുന്നത്. ലെൻസുകളുടെ ഫ്രെയിമുകളും വേരിയസ് ലെൻസുകളും വിറ്റ് ആ കമ്പനി ഇന്ത്യക്ക് പുറത്തും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി ഇന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് അതിന്റെ IPO കൊണ്ടുവരുന്നു. ഒരു കമ്പനിയുടെ ഗ്രോത്ത് എപ്പോഴും ഡ്രിവൺ ചെയ്യുന്നത് ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഫിഗേഴ്സ് മാത്രമാണ്. അത് ഈ IPOക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിലൂടെ ജസ്റ്റ് ഒരു ലിസ്റ്റിംഗ് ഗെയിന് വേണ്ടി മാത്രമാണോ അപ്ലൈ ചെയ്യുന്നത്? ഇതൊരു ലോങ് ടേം ബെറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മൾട്ടി ബാക്കർ സ്റ്റോക്ക് ആയിട്ട് നമുക്കിത് ഫ്യൂച്ചറിൽ ഈ സ്റ്റോക്സിനെ കാണാൻ പറ്റുമോ? ഇത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഈ ഡാറ്റ ബാക്ഡ് അനാലിസിസിലൂടെ നമ്മൾ കണ്ടെത്തുന്നു. കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നമ്മൾ പരിശോധിക്കുന്നു. ഇത് മാത്രമാണ് ഈ ഒരു കമ്പനിയുടെ IPO നമുക്ക് എത്രത്തോളം വർത്തായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റുന്നത്. സോ ഈ കമ്പനിയുടെ ഡീറ്റെയിൽസിലോട്ട് വരികയാണെങ്കിൽ ഈ വരുന്ന ഒക്ടോബർ 4 നാളെ തൊട്ട് ഒക്ടോബർ 31, ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഒക്ടോബർ 30, നിങ്ങൾ കാണുന്ന ഒക്ടോബർ 31 തൊട്ട് നവംബർ 4 വരെയാണ് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യുവാനുള്ള പ്രൊവിഷൻസ് ഉള്ളത്. ലിസ്റ്റിംഗ് സംഭവിക്കുന്നത് നവംബർ 10 382 തൊട്ട് 402 രൂപയാണ് ഒരു ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത്. 37 ഷെയർസ് ആയിട്ടാണ് ഒരു ലോട്ടിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഏകദേശം ഇത് 7000 കോടിയാണ് കളക്ട് ചെയ്യുന്നത്. അതിൽ ഫ്രഷ് ഇഷ്യൂ ആയിട്ട് 2150 5128 കോടിയോളം ഷെയർസുകൾ ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പ്രൊമോട്ടേഴ്സിന്റെ ഒക്കെ കയ്യിലുള്ള ഷെയർസ് മറ്റ് ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിലുള്ള ഷെയർസ് അവർ സെല്ല് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതാണ് ഈ IPOയുടെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ബിസിനസ് മോഡൽ നോക്കിക്കഴിഞ്ഞാൽ 2010 ഈ കമ്പനി ഫോം ചെയ്യുന്നത്. 3 പേര് ചേർന്നിട്ടാണ് ഈ കമ്പനി ഫോം ചെയ്തത്. ഇതിന്റെ ഹെഡ് ഓഫീസ് നിൽക്കുന്നത് ഗുരാഗോൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യയിലാണ്. എന്നാൽ ഇതിന്റെ ബിസിനസ് 2 വെർട്ടിക്കൽസിലായിട്ടാണ് നിൽക്കുന്നത്. ഒന്ന് ടെക് എനേബിൾഡ് ഐവെയർ എന്ന് പറയും. അതായത് ടെക് എനേബിൾഡ് ഐവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്കറിയാം മെറ്റയുടെ ഒക്കെ സൺഗ്ലാസുകളുണ്ട്. ഇവിടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്യാം, നമുക്ക് കോൾ ചെയ്യാം, ക്യാമറ എനേബിൾഡ് ഫോണുകളുണ്ട്, വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാം. അത്തരത്തിലുള്ള ടെക് ഡ്രിവൺ ആയിട്ടുള്ള ഗ്ലാസസ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇവർ സെല് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവരുടെ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നിൽക്കുന്ന ഈ കാലത്ത് ഫ്യൂച്ചറിലോട്ട് അതൊരു ഒരു ആസ്പെക്ട് ഉള്ള കമ്പനിയാണെന്നുള്ളത് സംശയമില്ല. അടുത്തത് ഇവരുടെ 2 ബിസിനസ് മോഡലുകളാണ്. ഒന്ന് D2C എന്ന് പറയും, അതായത് ഡയറക്റ്റ് ടു കസ്റ്റമർ, അതായത് അവർ ഷോപ്പിൽ പോയിട്ട് കസ്റ്റമേഴ്സിന് അവർ ഡയറക്ട്ലി സെല് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് ഒംനി ചാനൽസ് എന്ന് പറയുന്നത്, അതായത് ഡയറക്റ്റ് കസ്റ്റമറുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ഷൻ ഉള്ള ഒരു തേർഡ് പാർട്ടി ആയിട്ട് അവർ ആ കണ്ണടകൾ സെല് ചെയ്യുന്നു. അതേപോലെ തന്നെ അവർ സ്പെക്സുകൾ സെല് ചെയ്യുന്നത് ത്രൂ വേരിയസ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസുമായിട്ട് സെല് ചെയ്യുന്നു. അതായത് ത്രൂ ഓർഡേഴ്സ് എടുക്കുന്നു. ദർ ഇസ് നോ ഡയറക്റ്റ് കസ്റ്റമർ ഇന്ററാക്ഷൻ. അതാണ് 2 മോഡൽ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. ഇവരുടെ പ്രസൻസ് ഇന്ത്യയിൽ മാത്രമല്ല, സൗത്ത് ഏഷ്യയിലുണ്ട്, ജപ്പാനിലുണ്ട്, മിഡിൽ ഈസ്റ്റിലുണ്ട്, UAE ഇവരുടെ ഷോപ്സുകൾ അവൈലബിൾ ആണ്. UAE ഈ വീഡിയോ കാണുന്നവർക്ക് മോസ്റ്റ്ലി അറിയാമായിരിക്കും. ഇവരുടെ സബ്സിഡറീസ് വരുന്നത് 6 സബ്സിഡറി വരുന്ന, അതായത് ഇവരുടെ സബ്സിഡറീസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് സബായിട്ട് വരുന്ന കമ്പനികൾ 6 ഉള്ളത് ഇവരുടെ ഫുൾ ഇവരുടെ കയ്യിൽ നിൽക്കുന്ന കമ്പനികളാണ്. 8 സ്റ്റെപ്പ് ഡൗൺ കമ്പനിയാണ്. സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഇപ്പൊ ഗുരാഗോളിലാണ് അവരുടെ മെയിൻ ഓഫീസ് നിൽക്കുന്നത്. അവിടെ നിന്ന് അതിൻ്റെ ഒരു സബ്സിഡറി ഉണ്ടായിരിക്കും വേറെ രാജ്യത്ത്, ജപ്പാനിലുണ്ടായിരിക്കും. ആ ജപ്പാനിലുള്ള കമ്പനി വേറൊരു കമ്പനിക്ക് എന്ത് ചെയ്യും, സബ്സിഡറി ആയിട്ട് അവിടുന്ന് അതിന്റെ സബ്സിഡറി ആയിട്ട് തുടങ്ങും. അതാണ് സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുന്നത്. പിന്നെ 9 ഓൺഡ് എൻറ്റിറ്റീസ് ഉണ്ട്. ഇപ്പൊ ജപ്പാനിലുള്ള കമ്പനികളൊക്കെ തന്നെ ഓൺഡ് എൻറ്റിറ്റീസ് ആണ്. അതായത് ഇന്ത്യയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടല്ല അവർ വർക്ക് ചെയ്യുന്നത്, അവർ ഓൺ എൻറ്റിറ്റീസ് ആയിട്ട് വർക്ക് ചെയ്യും. ലെൻസ് കാർട്ട് ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനിക്കാണ് ഇതിന്റെ പ്രോഫിറ്റുകൾ ഫൈനലി സെറ്റിൽ ചെയ്യപ്പെടുന്നത് എന്നർത്ഥം. ഇതാണ് ഇതിന്റെ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ഫിനാൻഷ്യൽ ഫിഗേഴ്സ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇവരുടെ കണ്ണടകൾ വിൽക്കുന്നതിലൂടെ ഇവർ നേടുന്ന വരുമാനം എന്ന് പറയുന്നത് 63,600 മില്യൺ ഇന്ത്യൻ റുപ്പിയാണ്. അതായത് 95% ഇവരുടെ വ്യാപാരം അല്ലെങ്കിൽ ഇവർക്ക് വരുമാനം വരുന്നത് ഈ കണ്ണടയും അതിന്റെ ഫ്രെയിമും വിൽക്കുന്നതിലൂടെയാണ് എന്നർത്ഥം. ഇവർ കൊടുക്കുന്ന സെയിൽസ് ആൻഡ് സർവീസ് ഉണ്ടായിരിക്കും. മോസ്റ്റ്ലി നമുക്കറിയാം നല്ല സൺഗ്ലാസുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ വാറണ്ടിയും കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഇതിന്റെ ഒരു ആഫ്റ്റർ സർവീസും അല്ലെങ്കിൽ സർവീസിലൂടെ ഇവർക്ക് കിട്ടുന്ന വരുമാനം വെറും 2% മാത്രമേ ഉള്ളൂ. അതർ ഇൻകം വരുന്നത് 2.4%. ഇതിന് വളരെ ക്ലിയർ ആണ്, ഇതൊരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണ്. പ്രൊഡക്റ്റ് വിൽക്കുന്നതിലൂടെയാണ് ഇവർ ലാഭം ഉണ്ടാക്കുന്നത് എന്നർത്ഥം. ഇനി വരുന്നത് ഇവരുടെ പ്രസൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ഇന്റർനാഷണൽ ഉണ്ട്, നമ്മൾ കണ്ടു കഴിഞ്ഞു. അവിടെ ഇന്ത്യയിലെ പ്രസൻസ് എന്ന് പറയുന്നത് 60% ഇന്ത്യയിൽ നിന്നുള്ള വരുമാനം. മറ്റ് കൺട്രീസിന് ശേഷം 40%-ഓളമാണ് ഇവരുടെ വരുമാനം നിൽക്കുന്നത്. ഇനി ഇവരുടെ ഫിനാൻഷ്യൽ ഫിഗേഴ്സിലോട്ട് നമുക്ക് പോകണമെങ്കിൽ ഇവരുടെ സ്റ്റാൻഡ് അലോൺ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് മാത്രം ഇവർക്കുള്ള ലാഭം എന്ന് പറയുന്നത് 1880
മില്യൺ ഇന്ത്യൻ റുപ്പി ആണ് ഇവരുടെ പ്രോഫിറ്റ്. അത് ഇന്ത്യയിൽ വളരെ സ്ട്രോങ് ബിസിനസ് ആണ് ഇവർക്കുള്ളതെന്ന് കാണിക്കുന്നു. ഇനി കൺസോളിഡേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സഹോദര സ്ഥാപനങ്ങൾ, അതായത് സബ്സിഡറീസ്, ഇതിന് അണ്ടറിൽ വരുന്ന മറ്റ് രാജ്യങ്ങളിൽ വരുന്ന കമ്പനികളുമായി ബന്ധപ്പെട്ട്, മറ്റ് രാജ്യങ്ങൾ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഇവരുടെ സബ്സിഡറീസ് ഉണ്ടാവും, അതിൽ നിന്ന് വരുന്ന 1821 കോടി രൂപയാണ്. ഇനി പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കുന്ന, ഇവരുടെ സബായിട്ട് തുടങ്ങിയിരിക്കുന്ന പ്രോഫിറ്റബിൾ നിൽക്കുന്നത് 120 മില്യൺ ഇന്ത്യൻ റുപ്പീസ് മാത്രമേ ഇവർക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് കിട്ടുന്നത്. ഇനി ഇവരുടെ ലോസ് മേക്കിംഗ് ആയിട്ടുള്ള സബ്സിഡറീസ്, അത് മറ്റ് കമ്പനികൾ പല രാജ്യങ്ങളിലുണ്ട്, പ്രോഫിറ്റബിൾ അല്ല, ലോസിൽ നിൽക്കുന്നത് 4400 കോടിയോളമാണ്. ഇനി ടാക്സ് ഒപ്റ്റിമൈസേഷൻ, ഡിഫേർഡ് ടാക്സ്, അതായത് ITR ഫയൽ ചെയ്യുന്നതിലൂടെ ഇവർക്ക് കിട്ടുന്നത് കഴിഞ്ഞ വർഷം 1400 കോടി രൂപയോളമാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവരുടെ ഫിനാൻഷ്യൽ ഫിഗേഴ്സ്. നമുക്ക് ഒറ്റ കാര്യത്തിൽ ഒരു സംശയമില്ല പറയാൻ പറ്റും, ഇന്ത്യയിൽ ഇവരുടെ സ്ട്രോങ് ബിസിനസ് ആണ്, പക്ഷെ ഇവരുടെ മറ്റ് സബ്സിഡീസിന്റെ പെർഫോമൻസ് അത്ര നല്ലതല്ല എന്നാണ് സത്യം. ഇനി നമുക്ക് ഇതിന്റെ ഫിനാൻഷ്യൽ ഇയർ, കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യലും ഈ വർഷത്തെ ഫിനാൻഷ്യലും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 17% കൂടിയിട്ടുണ്ട്. അതർ ഇൻകം 16.2% അതർ ഇൻകത്തിൽ ഉണ്ടാകുന്ന വർധനവ് എന്ന് പറയും. ടോട്ടൽ ഇൻകത്തിൽ നല്ല ഒരു 5000 മുകളിൽ, 5000 കോടിക്ക് മുകളിൽ, 50,000 കോടിക്ക് മുകളിൽ ഇവർക്ക് അതിനൊരു ബിസിനസ് ആസ്പെക്ട്സ് ഉണ്ട്. സോ 17.3% അവരുടെ ടോട്ടൽ ഇൻകത്തിൽ വരുന്ന വർധന. പിന്നെ ഈ ടേബിളിൽ കാണിക്കുന്ന മറ്റ് പാരാമീറ്റേഴ്സ്, ടോട്ടൽ എക്സ്പെൻസിൽ ഇവർക്ക് വർധന വന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ഓഫ് ദ ഇയറിൽ ഇവർക്ക് വർധന വന്നിട്ടുണ്ട്, കോംപ്രഹെൻസീവ് ഇൻകത്തിൽ ഇവർക്ക് വർധന വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് ഇവരുടെ EPS, ഏർണിംഗ്സ് പെർ ഷെയറിൽ ഒരു ചെറിയ ഇൻക്രിമെന്റ് ഉണ്ട്. പക്ഷെ കാര്യമായ ഒരു പ്രോഫിറ്റ് എന്ന് പറയാൻ 14% ഇൻക്രിമെന്റ്, നോട്ട് വെരി ഹൈ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഈ കമ്പനി ഫിനാൻഷ്യൽസ് ഗുഡ്, സ്ട്രെങ്ത് ഇസ് ഗുഡ്, എവറിത്തിങ് ഇസ് ഗുഡ്. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കമ്പനിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിലൂടെ എന്തൊക്കെ റിസ്കുകളാണുള്ളത്, അല്ലെങ്കിൽ കമ്പനിയുടെ വാല്യൂഷൻ ഏറ്റവും കംഫർട്ടബിൾ ആണ്. നമ്മൾ പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പല സ്റ്റോക്സുകളും വാങ്ങിക്കുമ്പോൾ അത് കയറി പോകുമ്പോൾ ഏറ്റവും അതിന്റെ പീക്കിൽ പോയിട്ട് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഹാപ്പി ആയിരിക്കും. കുറച്ച് സമയം കഴിയുന്നതോടെ അതിന്റെ ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് നമ്മുടെ ക്യാഷ് അവിടെ 2-3 വർഷം ബ്ലോക്ക് ചെയ്യും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വാല്യുവേഷൻ നമ്മൾ മനസ്സിലാക്കാതെ ഒരു സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നുള്ള. ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിന്റെ വാല്യുവേഷൻ സെഗ്മെന്റ് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ടുകളാണെങ്കിലും വാല്യുവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്നത് ഒരു ഇൻഡെക്സ് ബേസ്ഡ് ആണ്. മ്യൂച്വൽ ഫണ്ട്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, ETF, അതേപോലെ സ്റ്റോക്ക്, ഇത്തരത്തിലുള്ള എല്ലാ പേഴ്സണൽ ഫിനാൻസ് അസറ്റുകളെ കുറിച്ചിട്ടും ഞാൻ എൻ്റെ യൂട്യൂബ് മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ദിവസത്തിൽ ഓൾമോസ്റ്റ് ഓൺ ഡെയിലി ബേസിസിൽ ഞാൻ പോസ്റ്റ് ചെയ്താറുണ്ട്. പേഴ്സണലി ഞാൻ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ, അതേപോലെ സ്റ്റോക്സ്, ETF, ഇത്തരത്തിലുള്ള എല്ലാ അസറ്റുകളെ കുറിച്ചും ഞാൻ അവിടെ ചർച്ച ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ യൂട്യൂബ് മെമ്പർ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഒരു മാസം ഒന്ന് സബ്സ്ക്രൈബ് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഏത് സമയത്തും നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്ത് പുറത്തിറങ്ങാവുന്നതാണ്. സോ ലെറ്റ്സ് കം ബാക്ക് ടു ദ ടോപ്പിക്. ഇനി ഈ ഒരു ലെൻസ് കാർട്ട് ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടീസ്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം, ഞാൻ കാണുന്ന ഏറ്റവും മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ. 235 പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ നിൽക്കുന്നത്. ഇതിന്റെ പിയേഴ്സ് ആയിട്ട് വരുന്നത് ടൈറ്റ് ആൻഡ് ഐവെയർ സെഗ്മെന്റും വാർബൈ പാർക്കർ എന്ന് പറയുന്ന US കമ്പനിയുടെ സെഗ്മെന്റുമാണ് ഇതൊക്കെ ഒരു പാരലായിട്ട് വർക്ക് ചെയ്യുന്നത്. എന്നാൽ അതിന്റെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ 80-60 നിൽക്കുന്നേ ഉള്ളൂ. ഇതിന്റെ 3 ഇരട്ടി വാല്യുവേഷനിലാണ് ലെൻസ് കാർട്ടെ ഈ IPO ഇഷ്യൂ ആയി ട്രേഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് ടു എക്സ്പെൻസീവ്. അപ്പൊ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു IPO നമ്മൾ എടുക്കണോ എന്നുള്ളത് നിങ്ങളൊന്ന് തിങ്ക് ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ ഇതിലിപ്പം ഈ ഒരു IPO വരുന്ന സമയത്ത് ഓഫ് കോഴ്സ് അതിന്റെ ഒരു സെന്റിമെന്റ്സ് അവിടെ മാർക്കറ്റിൽ ഡെഫിനറ്റ്ലി ഉണ്ടാകും. ഇനി EV പെർ സെയിൽസും EV പെർ എബിറ്റയും നോക്കിക്കഴിഞ്ഞാലും അത് സ്ലൈറ്റ്ലി വാല്യൂഡ് ആണെന്ന് പറയും. EV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റർപ്രൈസ് വാല്യൂ, അതായത് ഒരു കമ്പനി നമ്മൾ വിൽക്കുകയാണെങ്കിൽ അതിന്റെ മൊത്തം വാല്യൂ എത്രയാണോ അതാണ് EV എന്ന് പറയുന്നത്, ഡിവൈഡഡ് ബൈ അതിന്റെ സെയിൽസ് എത്ര നടന്നിട്ടുണ്ട്, അതിന്റെ റേഷ്യോ ആണ് 9.2 എന്ന് പറയുന്നത്. ഇനി EV ബർ എബിറ്റ, EV എന്ന് പറഞ്ഞാൽ എന്റർപ്രൈസ് വാല്യൂ, എബിറ്റയും നിൽക്കുന്നത്, EV ബർ എബിറ്റ നിൽക്കുന്നത് 70-ലാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫാക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ കമ്പനിന്റെ വാല്യുവേഷൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇത്രയും വാല്യുവേഷൻ കൂടുതലുള്ള ഒരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള, പേഴ്സണലി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ സംസാരങ്ങളും കാര്യങ്ങളും വരുമ്പോൾ റീറ്റെയിലേഴ്സിന്റെ സബ്സ്ക്രിപ്ഷൻ കൂടുമ്പോൾ കൂടുതൽ റീറ്റെയിലേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിയേക്കാം. പക്ഷെ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിക്കഴിഞ്ഞാലും ആ ഒരു IPO ഒരു ലോങ് ടേമിലോട്ട്
ഹോൾഡ് ചെയ്യണോ എന്നുള്ളത് വളരെ വലിയ ക്വസ്റ്റ്യൻ. കാരണം ഇത്രയും വാല്യുവേഷനിലാണ് ഇത് കിടക്കുന്നത്. കറക്ഷൻസ് വരാനുള്ള ചാൻസസ് അധികമായിരിക്കും. സോ ഡെഫിനറ്റ്ലി നമ്മളെ ഒരു അസറ്റ് ക്ലാസ് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് IPOന്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. IPO വരുന്നു, ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടുന്നു. പക്ഷെ ലിസ്റ്റിംഗ് ഗെയിൻ അപ്പുറത്തോട്ട് ഒരു 1 ഇയറിന് ശേഷം അല്ലെങ്കിൽ ഒരു 1 ഇയർ വിട്ടേക്കാം, നമുക്കൊരു 6 മാസത്തിന് ശേഷം എത്ര പേര് ആ IPO കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇന്ന് മിക്ക IPO 60-70% ഓഫ് IPO വന്ന കമ്പനികൾ ഇപ്പൊ ട്രേഡ് ചെയ്യുന്നത് അതിന്റെ IPO ഇഷ്യൂ പ്രൈസിനേക്കാളും താഴെയാണെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാല്യൂ പിക്കിംഗ് ചെയ്യുന്ന സമയത്ത് കൃത്യമായി അതൊരു ജസ്റ്റ് ഫോർ ലിസ്റ്റിംഗ് ഗെയിൻ ആണോ, ഇനി അതല്ല ഒരു ലോങ് ടേം പിക്ക് ആണോ എന്നുള്ളതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഇതിനകത്തുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കാൻ. നിങ്ങൾ ഈ IPO ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത ആഴ്ചകളിൽ മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.